നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി എത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അലി അക്ബർ ഷാണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അലി, ഇപ്പോൾ പ്രകടനമായി എത്തിയ ശേഷം ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് എത്തിയിരിക്കുന്നു. വിവരങ്ങൾ. നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. വലിയ ജനാവലിയോടുകൂടിയുള്ള റാലിക്ക് ശേഷമാണ് ഇവിടേക്ക് ആര്യാടൻ ഷൗക്കത്ത് എത്തിയത്. നമ്മൾ കണ്ടതാണ് നിലമ്പൂർ ടൗണിനെ ആകെ പ്രകമ്പനം കൊള്ളിക്കുന്ന നിലയിലുള്ള വലിയൊരു ജനാവലി, വലിയൊരു പ്രകടനം തന്നെ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം UDFന്റെ പ്രധാനപ്പെട്ട യുവ നേതാക്കളെല്ലാവരും അണിനിരന്ന് അവർ നയിച്ച ഒരു റോഡ് ഷോ ആയിരുന്നു നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ആ സമയക്രമം പാലിക്കാൻ കഴിഞ്ഞില്ല. കാരണം റാലി തുടങ്ങാൻ താമസിച്ചിരുന്നു എന്നത് ഒരു കാര്യം. മറ്റൊരു കാര്യം, വലിയ ജനാവലി ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അത്രയും വലിയൊരു ജനക്കൂട്ടം ഇടച്ചെത്തുമ്പോൾ സ്വാഭാവികമായും അത് വളരെ പതുക്കെയാണ് റാലി എത്തിയിരുന്നത്. ഇപ്പോൾ എന്തായാലും ഈ സമയം 1:40 അടുക്കുന്നു. ഈ സമയത്താണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തി തഹസിൽദാർ MP സിന്ധുവിന് മുൻപാകെയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കളെല്ലാവരും തന്നെയുണ്ട്, ലീഗ് നേതാക്കളെല്ലാവരും തന്നെയുണ്ട്. വലിയൊരു നേതാക്കളുടെയും പ്രവർത്തകരുടെയും വലിയൊരു അണിനിര തന്നെയായിരുന്നു UDF സ്ഥാനാർത്ഥിയെ അനുഗമിച്ചത്. തഹസിൽദാർക്ക് മുൻപാകെ എത്തുന്നതുവരെ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഒരു മുൻതൂക്കം നിലനിർത്താൻ UDFന് സാധിച്ചിരുന്നു. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് UDF ആണ്. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രചാരണത്തിലും ഒരു മുൻതൂക്കം നിലനിർത്താൻ UDFന് സാധിച്ചിരുന്നു. ഇപ്പോഴിതാ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിലും അതേ മുൻതൂക്കം UDFന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ നോക്കിയാൽ ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ആര്യാടൻ ഷൗക്കത്താണ്, UDF ആണ്. അതിനു മുൻപ് ഒരു സ്വതന്ത്രന്റെ നാമനിർദ്ദേശ പത്രിക മാത്രമാണ് തഹസിൽദാർക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് തന്നെ M സ്വരാജ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം ഈ ഘട്ടത്തിലുമുണ്ട്. അതുതന്നെയാണ് ഈ ഘട്ടത്തിലും UDF നേതാക്കൾ എല്ലാവരും പ്രതികരിക്കുമ്പോഴെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൻവർ വിഷയം ഉൾപ്പെടെ കത്തി നിൽക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ അൻവർ ഇല്ലെങ്കിലും ആരില്ലെങ്കിലും വിജയം ഉറപ്പാണ് എന്ന് ഉറപ്പിച്ചു തന്നെയാണ് UDFന്റെ പ്രതികരണങ്ങളെല്ലാം വരുന്നത്. UDF നേതാക്കളുടെ പ്രതികരണങ്ങളെല്ലാം വരുന്നത്. ഒന്നും തടസ്സമല്ല, എതിർ സ്ഥാനാർത്ഥി ആരാണ് എന്നതൊന്നും തടസ്സമല്ല. UDFന് വലിയ വളക്കൂറുള്ള മണ്ണാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ കാലങ്ങളായി UDFന്റെ കയ്യിലിരുന്നൊരു മണ്ഡലം ചില സാങ്കേതിക കാരണങ്ങളാൽ മാത്രം ഒരിടക്കാലത്ത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടൊരു മണ്ഡലം അത് തിരിച്ചു പിടിക്കും ആര്യാടൻ ഷൗക്കത്തിലൂടെ എന്ന് ഉറച്ചു തന്നെയാണ് എന്തായാലും UDF മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പോര് തുടങ്ങിയിരിക്കുന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കൂടി പൂർത്തിയാകുന്നതോടുകൂടി UDFനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രചരണത്തിന്റെ ചൂടിലേക്ക് കടക്കുകയാണ്. വരും ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പരിപാടികൾ, വോട്ടർമാരെ കാണുക, മറ്റ് നിലയിലുള്ള പ്രചാരണ പരിപാടികളെല്ലാം തന്നെ പദ്ധതി ഇട്ടുകൊണ്ടാണ് UDF എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് UDFന്റെ നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി തഹസിൽദാർ MP സിന്ധുവിന് മുൻപാകെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തുന്നതാണ്. അല്പസമയത്തിനുള്ളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ശേഷം സ്ഥാനാർത്ഥി പുറത്തേക്കിറങ്ങും, നേതാക്കൾ പുറത്തേക്കിറങ്ങും. അവിടെ വെച്ച ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ റാലിയിലുടനീളം നമ്മൾ കണ്ട ജനാവലി അത് വലിയ ആവേശം പകരുന്നതാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. എതിർ സ്ഥാനാർത്ഥിയായി M സ്വരാജ് വന്നത് UDFന് ആവേശം പകരുന്ന ഘടകമാണ്, അല്ലാതെ ഭയമുണ്ടാക്കുന്ന ഘടകമല്ല എന്ന് തന്നെ ആവർത്തിക്കുകയാണ്. നേതാക്കൾ എല്ലാവരും തന്നെ ആ ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു. സ്വാഭാവികമായും ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ മുഖാമുഖം വരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. രണ്ട് നിലമ്പൂരുകാർ മുഖാമുഖം വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. UDFനും LDFനും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശക്തി പ്രകടനം തന്നെയാണ്. സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും. അത് UDFന് അനുകൂലമായി വർക്കാകും, അത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷ തന്നെയാണ് UDF പങ്കുവെക്കുന്നത്. അതേസമയം വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് LDF പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇതാ ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ് നമ്മൾ തത്സമയം ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അണികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിലാണ്. അത് ഓരോ പ്രചരണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ മണ്ഡലത്തിന് സുപരിചിതനാണ്. മറ്റ് പുതിയ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല.
നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. വലിയ പ്രകടനമായി എത്തിയായിരുന്നു നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം എത്തിയുള്ള ഒരു ആവേശകരമായ പ്രകടനവുമായി എത്തിയ ശേഷമാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പത്രികാ സമർപ്പണമാണ് ഇപ്പോൾ കണ്ടത്. തഹസിൽദാർക്ക് ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. അല്പസമയം മുൻപാണ് പ്രകടനവുമായി എത്തി നേതാക്കൾക്കൊപ്പം അണികൾക്കൊപ്പം പ്രകടനമായി എത്തിയ ശേഷമാണ് ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. നേതാക്കളടക്കം എല്ലാവരും ആര്യാടൻ ഷൗക്കത്തിനൊപ്പം ഉണ്ടായിരുന്നു. വലിയ ആത്മവിശ്വാസത്തോടെയുള്ള ഈ ആവേശത്തിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്കാണ് നിലമ്പൂർ കടന്നിരിക്കുന്നത്. ഇരു മുന്നണികളുടെയും UDFന്റെയും LDFന്റെയും ശക്തി പ്രകടനമടക്കം കണ്ടുകൊണ്ടുള്ള അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പത്രിക സമർപ്പിച്ചിരിക്കുന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് ഇരുകൂട്ടിലും. ഇതിനിടയിൽ PV അൻവറിന്റെ വിഷയം അടക്കം നിൽക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നിലമ്പൂർ കടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണമാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെയാണ് LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. M സ്വരാജാണ് LDF സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പത്രികാ സമർപ്പണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് വലിയ രീതിയിലുള്ള ശക്തി പ്രകടനമായിട്ടുള്ള പ്രകടനവുമായി എത്തി നേതാക്കൾക്കൊപ്പം UDF കൺവീനർ അടൂർ പ്രകാശിനുമൊപ്പം KPCC പ്രസിഡന്റിനുമൊപ്പം അടക്കം ഉള്ള നേതാക്കളടക്കം ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒപ്പമാണ് ആര്യാടൻ ഷൗക്കത്ത് പത്രിക സമർപ്പിക്കാനായി എത്തിയത്. തഹസിൽദാർക്ക് മുന്നിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് പത്രികാ സമർപ്പണം പൂർത്തിയായത്.